സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാവുന്ന ഗ്രീൻ പീസ്. എല്ലാവരും ആലു പൊറോട്ട, ഉള്ളി പൊറോട്ട അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഗ്രീൻ പീസ് പൊറോട്ടയാണ്. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ, ഫ്രഷ് ഗ്രീൻ പീസാണ് ഇത്. അതിൻ്റെ കൂടെ ഒരു മുളകിട്ടുണ്ട്, ഒരു കഷ്ണം ഇതാ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയുടെ ഇല, ഗ്രീൻ പീസിൻ്റെ കൂടെ മല്ലിയുടെ ഇല ഇടും. പിന്നെ ഒരു ലേശം ഉപ്പിടും. ഇതൊന്ന് പൾസ് ചെയ്ത് എടുക്കണം കേട്ടോ. പൾസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്രീൻ പീസ് പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെയാണ് കിട്ടിയത്. ഇനി അതിനെ ഒന്ന് മസാല ചേർക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ജീരകം ഇട്ടു, പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇടണം. 2 മണി പെരിഞ്ജീരകം ഇട്ടു. ഇനി അത് കഴിഞ്ഞാൽ ഒരു ലേശ അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം, ഹിന്ദിയിൽ പറയാം അജ്വൈൻ എന്ന്, അയമോദകം. ഒരു ലേശം, അതിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല മണമാണ്, അത് വയറിനും നല്ലതാണ്, അത് പൊറോട്ടയ്ക്ക്. അതുകൊണ്ടാണ് അത് ചേർക്കുന്നത്. അജ്വൈൻ ചേർത്തു. എന്നിട്ട് അതിൽ എണ്ണ ഒഴിക്കണം. ഇതാ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. എണ്ണ ഒഴിച്ച് എടുത്ത് അത് പൊട്ടിയിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചെയ്യാം. വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി അരിഞ്ഞിട്ടു, ഒരു കഷ്ണം ഇഞ്ചി നല്ലോണം മൂത്ത്. ഇതാ ഗ്രീൻ പീസ് മൂത്ത് വന്നു. ഈ ഗ്രീൻ പീസ് ആയിരിക്കും നമുക്ക് ചപ്പാത്തിയിൽ വെക്കാൻ, പൊറോട്ടയ്ക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിങ്ങാണ് കേട്ടോ. പൊറോട്ടയുടെ ഫില്ലിങ്ങാണ് അത് ഉണ്ടാക്കുന്നത്. മല്ലിയുടെ ഇലയും ഗ്രീൻ പീസും ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയ്ക്ക് പാകത്തിനുള്ള ആട്ട ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 10-20 മിനിറ്റ് വെക്കണം കേട്ടോ. മിനിമം അരമണിക്കൂർ. ഒരിത്തിരി അജ്വൈനും ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ ഈ ആട്ട കുഴച്ചിരിക്കുന്നത്. അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം. അതൊരു തരി ഇടുന്നത് ഗ്യാസിനൊക്കെ നല്ലതാണ്, ഏറ്റവും വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. അതാണ് പൊറോട്ടയുടെ മസാല ശരിയാക്കിയിട്ട്, ഫില്ലിങ്ങിലുള്ള മസാല ശരിയാക്കിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി പരത്താം കേട്ടോ. ഒരു ആലുവിൻ്റെ കഷ്ണം ഇട്ടു. ആലു ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ഇട്ടത് എന്താ വെച്ചാൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട ഇടാം, അല്ലെങ്കിൽ കടലമാവ് ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം. ഇതിൽ ആലു ഇട്ടു, ഓൾറെഡി ആലുള്ള കാരണം ഞാൻ ബൈൻഡിങ്ങിന് വേണ്ടി ആലു ഇട്ടു കേട്ടോ. പാത്രത്തിലെ ഫില്ലിങ്ങാണ്. ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. പുളിക്ക് വേണ്ടിയിട്ടേ ഒരു തുള്ളി ചേർക്കുന്നുണ്ടോ, ഒരു ഡ്രോപ്പ്. അപ്പോൾ അതുമില്ല, എന്നാലും ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ജീരകപ്പൊടി ഇട്ടു കേട്ടോ, അത് മറന്നു പോയതാണ്. മിക്സ് നമുക്ക് ചെയ്യുന്നത് അങ്ങനെ എടുത്തു. ഇത് എടുത്തിട്ട് ഈ ഉണ്ട ഇതിൽ വെച്ചു കേട്ടോ. നോക്കൂ, ഇനി ഇത് പരത്താം. തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ. ഇനി നമുക്ക് പതുക്കെ പരത്തി കൊടുക്കണം. ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ് ഇത്. തൈര് അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. വളരെ ടേസ്റ്റുള്ള പൊറോട്ടയാണ്. അധികം കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല കനത്തോടു കൂടി തന്നെ പരത്താം. എന്നാലും വളരെ ടേസ്റ്റേറിയ പൊറോട്ടയാണിത്. അതുമാത്രമല്ല വളരെ ന്യൂട്രീഷ്യസാണ്. പൊറോട്ട പരത്തി കഴിഞ്ഞു. ഇത് നോക്കൂ, നല്ലോണം ചൂടായി. ഇതാ ഇട്ടു. ഈ ഫില്ലിങ്സ് അരിവിൽ വെച്ചുകൊണ്ട് വെച്ചു. അജ്വൈൻ, ജീര, അതുപോലെ പെരിഞ്ജീരകം ഇതെല്ലാം ചേർത്താണ് ഇതരിനുള്ളിൽ വെച്ചു. ഇനിയിപ്പോൾ നോക്കൂ, ഇനി നമുക്കിത് പതുക്കെ പരത്തി, വളരെ സോഫ്റ്റായിട്ട് പരത്തി കൊടുക്കണം.
സമയത്ത് ഇതാ പൊറോട്ട ശരിയാവണം. പൊറോട്ടയ്ക്ക് ഇത് നീര് പതുക്കെ തീയില്ല, സിമ്മിൽ കിടന്ന് കലമാണ്. വളരെ സ്ലോലി അത് കലമാണ്. പൊറോട്ടയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഫില്ലിങ്സാണ്. ഫില്ലിങ്സിൽ ഞാനിപ്പോൾ ഗ്രീൻ പീസാണ് ചേർത്തത്. ഗ്രീൻ പീസ് മാഷ് ചെയ്ത് അതിനോട് 1-2 കഷ്ണം ആലുവ ചേർത്തു, ഉരുളക്കിഴങ്ങ് ചേർത്തു. അതിലിട്ട് ചാട്ട് മസാല, ഗരം മസാല, അതുപോലെ ഉപ്പ്, മിളകൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് ഇത്തിരി ലെമൺ ജ്യൂസ് ഒഴിച്ച് ആ ഫില്ലിങ് വളരെ ചട്ടപ്പട്ട, അത് നല്ല ടേസ്റ്റി ആക്കണം, നല്ല ഇതാക്കണം, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റി ആക്കണം. എന്നിട്ട് വേണം നമ്മൾ അത് ഉരുളയാക്കിയിട്ട് ചപ്പാത്തി ഞാൻ കാണിച്ചല്ലോ, അത് ചപ്പാത്തി ചെറുത് ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് വീണ്ടും അതിൻ്റെ മുകളിൽ പരത്തി. അങ്ങനെയാണ് ഈ പൊറോട്ട. പിന്നെ പൊറോട്ടകൾ ചുട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുപ്പിൽ തീ മീഡിയം വെക്കാൻ പാടുള്ളൂ. മീഡിയം വെച്ച് തവ ചൂടായതിന് ശേഷം ഇട്ട് പതുക്കെ അത് വെന്ത് ശരിയാവുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് നല്ല ചൂടോടുകൂടി അത് വേവിച്ചെടുത്താൽ ശരിയാവില്ല, അതിന് ടേസ്റ്റ് വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പൊറോട്ടയ്ക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല, വെറും തൈരും അച്ചാറും ഉണ്ടായാൽ ഈ പൊറോട്ട കഴിക്കാവുന്നതാണ്. ഇതാണ് ഗ്രീൻ പീസ് പൊറോട്ട. പിന്നെ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആട്ടയുടെ കൂടെ അജ്വൈൻ ചേർക്കണം, അതുപോലെ ഗ്രീൻ പീസ് ഫില്ലിങ്ങിൽ വേണ്ട സാധനങ്ങൾ പറഞ്ഞിരുന്നു. അത് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം. ചാട്ട് മസാല, പിന്നെ ഗരം മസാല ഒക്കെ ഈ ഫില്ലിങ്ങിൽ ചേർക്കുക. ലെമൺ ജ്യൂസും ചേർക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ലെമൺ ജ്യൂസ് ഉണ്ടായതില്ല, അതുകൊണ്ട് തുള്ളി വിനീഗർ ഒഴിച്ചു ഞാൻ. അതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ലെമൺ ജ്യൂസാണ്. അങ്ങനെ ശ്രദ്ധിക്കണം എല്ലാവരും. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭന ടീച്ചർ. ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊറോട്ടയാണ് ഗ്രീൻ പീസ് അല്ലെങ്കിൽ പച്ചപ്പട്ടാണി പൊറോട്ട.